ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം പിന്നെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ആഴ്ചയും വചനം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ നമ്മൾ ദൈവഭക്തിയുടെ ആചരണം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിലുള്ള വിവിധ സ്വഭാവങ്ങളെ ഒന്നുകൂടെ ആഴമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വിഷയങ്ങൾ നമുക്കറിയാത്ത പുതിയ വിഷയങ്ങളൊന്നുമല്ല. നമ്മൾ ധാരാളം ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് വചനം കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു കാര്യം പഠിപ്പിക്കുകയല്ല, മറിച്ച് നമ്മളത് സ്ഥിരതയോടുകൂടെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പം കൂടെ വേഗതയിൽ പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടിസ്ഥാനം എന്നുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ 11 ആഴ്ചകളിലായിട്ട് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് മുതൽ നമ്മൾ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുവാനായിട്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ളതാണ് നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവഭക്തിയുടെ മർമ്മവും മഹത്വവും. തൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. കർത്താവിനെ പോലെ ആയിത്തീരുന്നത് ആണ് പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ അളവിൽ കർത്താവ് എങ്ങനെ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അതാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കൂടെ എയിം ചെയ്യുന്നത് എന്നുള്ളതും ഈ സമയത്ത് നമുക്ക് ഓർക്കാം. ആദ്യമായിട്ട് ദൈവത്തോട് നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടായിരിക്കുന്ന ബന്ധം ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന പ്രഥമമായിട്ടുള്ള കാര്യം. ചില മേഖലകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ആ മേഖല നമ്മൾ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തിൽ നിന്ന് ശരിയായ ആലോചനകൾ പ്രാപിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. 4 സ്വഭാവങ്ങൾ നമ്മുടെ കർത്താവിൽ കണ്ടത്, തൻ്റെ ശിഷ്യന്മാരെ അനുവർത്തിച്ചു പോകുന്നത്. അവ നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവവചന പഠനം എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവവചനവുമായിട്ട് നമ്മൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെയധികം വചനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് വചനം പഠിക്കണം എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമുക്ക് പലപ്പോഴും ശേഷിക്കും. താൻ ദൈവപുത്രനല്ലേ, താൻ തന്നെയല്ലേ വചനം, അത് സത്യമാണ്. പക്ഷേ എന്നാൽ കർത്താവ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പൂർണ്ണമായി പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ച, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഫിലിപ്പ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നുള്ളത് 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ദൈവപുത്രൻ എന്നുള്ളതിൻ്റെ ഒരു പ്രിവിലേജും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വാസ്തവത്തിൽ എടുത്തിരുന്നില്ല. മറിച്ച് പിതാവിനോടുള്ള ബന്ധത്തിൽ നമ്മെ പ്രതിനിധാനം ചെയ്യുവാൻ വന്ന ഒരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള അളവിൽ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെയാണ് താൻ ഈ ഭൂമിയിൽ എപ്പോഴും ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബാല്യം മുതൽ വചനം നന്നായി പഠിക്കുന്നവനായിരുന്നു നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവവചനം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവവുമായിട്ട് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് വച്ചിരിക്കുന്ന ഒരു മാധ്യമമാണ്, ഒരു മീഡിയമാണ്. ദൈവം നമ്മളോട് ഈ കാലത്ത് സംസാരിക്കുന്നത് ദർശനങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടെയോ ഒന്നുമല്ല, എഴുതപ്പെട്ട തൻ്റെ വചനത്തിൽ കൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണെങ്കിൽ തന്നോട് നമ്മൾക്ക് സംസാരിക്കുവാൻ പ്രാർത്ഥനയും താൻ നമ്മോട് സംസാരിക്കുവാൻ തൻ്റെ വചനവുമാണ് മീഡിയമായിട്ട് ദൈവം വച്ചിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. മറ്റൊരു മാധ്യമവും നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ടില്ല. ഇനിയിപ്പോൾ ഒരാളൊരു ഡ്രീം കണ്ടാൽ അത് ദൈവത്തിൻ്റേതാണോ എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം പരിശോധിക്കണം. ഈ വചനത്തിന് എതിരായിട്ടുള്ള ഒരു ഡ്രീമും ഒരു വിഷനും നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവം ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കലും ഇല്ല എന്നും പറയുകയില്ല.
ദൈവം ഒരിക്കൽ പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. തനിക്കൊരിക്കലും അത് മാറ്റാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം അത് എന്നേക്കും സ്ഥിരമാണ്. ആ സ്ഥിരമായ വചനം ദൈവം ഒരിക്കൽ ഉച്ചരിച്ചാൽ അത് പിന്നെ എന്നേക്കും അങ്ങനെ തന്നെ ആണ്. അതിലൊരു വ്യത്യാസവും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ വിഷൻസിൻ്റെ പിറകിലോ അല്ലെങ്കിൽ പല പ്രവാചകന്മാരെന്ന് പറയുന്നവർ എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, എന്നോട് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഇൻ്റർനെറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇങ്ങനെ ധാരാളം പേര് ദൈവം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിനൊന്നും പറഞ്ഞ സമയം മെനക്കെടുത്തരുത്. എന്താണെന്ന് ചോദിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ ഇതിൽ കൂടെ മാത്രമേ ഈ കാലഘട്ടത്തിൽ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അത് പറയുമ്പോൾ ദൈവ നടത്തിപ്പുകൾ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളോട് കർത്താവ് വേണമെങ്കിൽ പറയാം, ഇത് ചെയ്യുക, ഇന്ന് നീ ഇവിടെ പോകുക. ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ നടത്തിപ്പുകൾ നമുക്ക് ലഭിക്കും. പക്ഷെ അതൊരിക്കലും വചനം അല്ല, മറിച്ച് അത് നടത്തിപ്പുകൾ മാത്രം ആണ്. അങ്ങനെയുള്ള ആലോചനകൾ ചിലപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കും. അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. ദൈവജനത്തിന് മൊത്തത്തിൽ ഇന്ന് ലഭിക്കാനുള്ള എല്ലാ വചനങ്ങളും നമ്മൾക്ക് രേഖയാക്കി കർത്താവ് തന്നു കഴിഞ്ഞു. ഇതിന് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ ഇല്ല. മറിച്ച് ആ എഴുതി തന്നിരിക്കുന്ന വചനത്തെ ശരിയായി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടെ വചനത്തിന് മുൻപാകെ ഇരുന്ന് സമയം ചെലവിടുന്നവനായിരുന്നു. അത് താൻ ബാല്യം മുതൽ അങ്ങനെ ചെയ്തു വന്നിരുന്നതായിട്ടാണ് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് ചില വാക്യങ്ങളൊക്കെ വായിച്ച് മുന്നോട്ട് പോകാം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്ക് പ്രാഥമികമായിട്ട് വായിക്കാം. യെശയ്യാവ് 11:2. നമുക്കറിയാം, ഈ ഭാഗം എടുത്ത് വായിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിക്കുന്ന ഒരു പ്രവചനമാണിത്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ കൂടെ അത് രേഖപ്പെടുത്തി നമുക്ക് നൽകുമ്പോൾ അവിടെ പറയുന്നത് അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആ ആത്മാവിൻ്റെ 6 വിധ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. ഒന്ന്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ പരിശുദ്ധ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പ്രവർത്തിച്ചിരുന്ന 6 മുഖങ്ങളെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മുടെ കർത്താവ് സകല ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അവൻ സർവ്വശക്തിയോടും കൂടെയാണ് പിതാവിനെ സേവിച്ചിരുന്നത്. അവൻ ആലോചനകളിൽ ഉത്കൃഷ്ടനായിരുന്നു എന്നുള്ളത് നമുക്ക് തൻ്റെ ജീവിതത്തെ എടുത്ത് പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവനായിരുന്നു ഏറ്റവും വലിയ യഹോവ ഭക്തൻ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, പരിജ്ഞാനവും കർത്താവിലെ സമ്പൂർണ്ണമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ ദൈവ ആത്മാവ് തന്നിൽ ആവസിച്ചിരുന്നത് കൊണ്ട് ആ ആത്മാവിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഹായത്തോടു കൂടെ തിരുവചനം അഭ്യസിച്ചു വന്നിരുന്നവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ അവൻ ജ്ഞാനത്തിൽ മുതിർന്നു വന്നു എന്നുള്ള പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ നാഗൽ സാഹിബിൻ്റെ പാട്ടിലാണ് താൻ എഴുതിയിരിക്കുന്നത്, യേശുവെ നിൻ്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം എന്നുള്ള ആ പാട്ടിനകത്ത് തിരുവഴുത്ത് ശൈശവം തൊട്ടിച്ച് സ്നേഹിച്ച് ആരാഞ്ഞ യേശുവെ ഗുരു നീ തന്നെ ഗ്രഹിപ്പിക്കാൻ നിൻ ഗുരു നീ തന്നെ വചനം തന്നെ ഗ്രഹിപ്പിക്കാൻ നിൻ ശിഷ്യനെ എന്നുള്ളത് താൻ എഴുതിയിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ഭക്തന്മാർ ഈ രഹസ്യം മനസ്സിലാക്കുകയും തങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു കാര്യം ആണ്. ദൈവവചനം ഒരിക്കലും വായിക്കാനുള്ളതല്ല, അത് പഠിക്കാനുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ വൈകിട്ടത്തെ പ്രാർത്ഥനയാണെങ്കിലും രാവിലത്തെ പ്രാർത്ഥനയാണെങ്കിലും കുടുംബത്തിലാകട്ടെ നമ്മളുടെ വ്യക്തിപരമായിട്ടാകട്ടെ വെറുതെ വായിക്കുവാനുള്ളൊരു സംഭവമായിട്ട് ബൈബിളിനെ നമ്മൾ കാണരുത്. അങ്ങനെ ഒരു ശീലമാണ് നമ്മൾക്കുള്ളതെങ്കിൽ അത് മാറ്റുക. ബൈബിൾ വായിക്കാനുള്ള ഒരു പുസ്തകമല്ല, അത് പഠിക്കുവാനുള്ള ഒരു പുസ്തകമാണ്. അത് നമ്മൾ ധ്യാനിക്കണം, അത് നമ്മൾ വായിക്കണം. അത് ഒരുപാട് ചിലർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരധ്യായം വായിക്കണം എന്നൊക്കെ ടാർഗറ്റാണ്. അപ്പോൾ ഒരധ്യായം ചില സമയത്ത് 76 വാക്യം കാണും. വായിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ, അതിനപ്പുറത്തൊന്നും
നടക്കുകയില്ല. വ്യക്തിപരമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ടാർഗറ്റുകളല്ല സെറ്റ് ചെയ്യേണ്ടത്. മറിച്ച് 10 വാക്യം വായിച്ചാൽ അത് ശരിയായി വിലയിരുത്തി പഠിക്കുക. അതാണ് ദൈവവചനം പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം വായിക്കരുത്. കാരണം വചനം നമ്മളോട് സംസാരിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പാകെ നമ്മൾ അല്പസമയം ചെലവിടണം പ്രാർത്ഥനയോടുകൂടെ. ഇല്ല എങ്കിൽ അത് നമുക്ക് വേണ്ട പോലെ പ്രകാശിച്ച് കിട്ടുകയില്ല. ഇത് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കട്ടെ. ഈ കേൾവിക്കാരിൽ ആരെങ്കിലും എല്ലാ ദിവസവും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വചനം പഠിക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കൊള്ളണം. എല്ലാ ദിവസവും വചനം നമ്മൾ വായിച്ച് പഠിക്കണം. വ്യക്തിപരമായിട്ട്, കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, സഭയെ കടന്നു വന്ന് കേൾക്കുന്നതുമല്ല, വ്യക്തിപരമായിട്ട്. കാരണം ഞാൻ ഇനിയിപ്പോൾ മറ്റൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരം മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാത്തവരും വല്ലവരും ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും ഇല്ല ഇല്ല ഇല്ല, ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. നിങ്ങളുടെ പുറത്തെ മനുഷ്യന് നിങ്ങൾ എല്ലാ ദിവസവും 3 ചിലർ 4 നേരമോ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ അകത്തെ മനുഷ്യന് അതുപോലെ നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല എങ്കിൽ പുറത്തെ മനുഷ്യൻ നന്നായിരിക്കും, അകത്തെ മനുഷ്യൻ ശോഷിച്ച് ഇരിക്കും. അതുകൊണ്ട് തന്നെ വചന പഠനം എന്ന് പറയുന്നത് കൃത്യമായി വളരെ കൃത്യനിഷ്ഠയോടുകൂടെ പ്രാക്ടീസ് ചെയ്ത് പോരേണ്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ആരും പറയേണ്ട ആവശ്യമില്ല, വ്യക്തിപരമാണ്, ആർക്കെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. അല്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവഭക്തനായി ജീവിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശരിയായി നിങ്ങൾക്ക് പോഷിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഭക്തരായിരിക്കാൻ കഴിയും? ദൈവത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നത് തിരുവചനം ആണ്. തിരുവചനം പഠിക്കും തോറുമാണ് നമ്മൾ ദൈവത്തോടുള്ള ഭക്തിയിൽ വർദ്ധിച്ചു വരിക. നമ്മൾ ഭക്തന്മാരായി തീരണമെങ്കിൽ ദൈവവചനം നമ്മൾ അഭ്യസിക്കണം, ദൈവവചനം നമ്മൾ പഠിക്കണം, അത് നമ്മളുടേതാക്കി തീർക്കണം. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്നാണ്? നിൻ്റെ വചനം ഞാൻ എൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നു. നമ്മൾ ഭക്തന്മാരായി ജീവിക്കുക എന്ന് പറയുമ്പോൾ പാപത്തെ വെറുത്ത് ജീവിക്കുക, തോൽപ്പിച്ച് ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് സാധ്യമാകണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. വചനമാണ് നമ്മെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ഈ ഭൂമിയിൽ സൂക്ഷിക്കുന്നത്. കാരണം ദൈവവചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യവും ഉള്ളതാണ്. വെറും പുസ്തകം വായിക്കുന്നത് പോലെയല്ല ദൈവവചനം. അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ജീവനുണ്ട്. അത് ജീവിപ്പിക്കുന്ന വചനമാണ്. ആ വചനമാണ് നമ്മെ ജീവനിൽ നടത്തേണ്ടത്. അത് നമ്മളിൽ ഇല്ല എങ്കിൽ, അത് നമ്മൾ പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശോഷിച്ച് വരികയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും അങ്ങനെ ഒരു പോരായ്ക ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ ദിവസം ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഇനിമേൽ കൃത്യമായി ഞാൻ വചനം പഠിക്കും എല്ലാ ദിവസവും. ഗിവ് നമ്പർ 1 പ്രയോറിറ്റി ടു സ്റ്റഡിയിങ് വേർഡ് ഓഫ് ഗോഡ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. കഴിയുന്നത്ര രാവിലത്തെ സമയം അതിനുവേണ്ടി ചെലവഴിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രാവിലത്തെ സമയമാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മൈൻഡ്. നമുക്കറിയാലോ, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതി. ഏറ്റവും ഫ്രഷ് ആയിരിക്കുമ്പോഴാണ് ഇൻഫർമേഷൻ അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ എളുപ്പം. ഏറ്റവും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വചനം പഠിക്കാതിരുന്ന മിക്കവാറും കാര്യമായിട്ടും ഒന്നും പഠിക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി പല കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ ആ ദിവസം കടന്നുപോയി. ഇറ്റ് ഈസ് എ മെസ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് അതൊക്കെ പിന്നെ സ്റ്റാക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. ദൈവം പറഞ്ഞ മനസ്സിലായോ? എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഏറ്റവും ബെസ്റ്റ് ടൈം വചനം പഠിക്കാനായിട്ട്. ഞാനത് നിങ്ങൾക്ക് ആ ചോയ്സ് തരികയാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. പക്ഷെ വചനം പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ഫ്രഷായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ദൈവം കടത്തിവിടുവാനിടയാകും. അങ്ങനെ നമ്മൾക്ക് ആ കാര്യം ഹൃദിസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളായിരിക്കുന്നവരും യൗവനക്കാരും ഒരുപോലെ ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. ലോകത്തിൽ പല തിരക്കുകൾ നമുക്കുണ്ട്, ഞാനതിനെ നിരാകരിക്കുന്നില്ല. പക്ഷേ ആ തിരക്കുകളെക്കാളൊക്കെ വിലയേറിയ കാര്യം ദൈവവചനമാണ്. കാരണം മറ്റെല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ മായയായ കാര്യങ്ങളായിരിക്കുമ്പോൾ
ദൈവത്തിൻ്റെ വചനം മാത്രമേ നിലനിൽക്കുന്ന കാര്യമായിട്ട് നമുക്ക് ഉള്ളൂ. അതുകൊണ്ട് അതിന് നമ്മൾ ശ്രദ്ധ ശരിക്ക് ചെലുത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 4:16. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത ഒരു കാര്യമാണ്, അവൻ വളർന്ന നസറത്തിൽ വന്നു ശബ്ബത്തിൽ പതിവ് പോലെ, തൻ്റെ പതിവ് പോലെ, ആ വാക്ക് ശ്രദ്ധിക്കണം, തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു തൻ്റെ പള്ളിയിൽ അഥവാ സിനഗോഗിൽ വചനം വായിക്കുക എന്ന് പറയുന്നത്. ഈ വചനം വായിച്ച് അങ്ങനെ സംസാരിച്ചത് നമ്മൾ പിന്നെ 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഈ വചനം കേട്ടതുകൊണ്ട് ഈ വചനത്തിന് നിവൃത്തി വന്നു എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. ഞാനവിടെ നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച പോയിന്റ് ഇതാണ്. കർത്താവ് നിരന്തരമായി ചെയ്യുന്നൊരു കാര്യമായിരുന്നു പള്ളിയിൽ വചനം വായിക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ? അന്ന് കാലത്ത് വചനം പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യം അല്ല. അതെന്താ? നമ്മൾ ഇന്ന് കൊണ്ടു കിടക്കുന്ന പോലെയൊന്നും ബൈബിളൊന്നും ആരുടെയും കയ്യിൽ ഇല്ല. സിനഗോഗിൽ ഇരിക്കുന്ന ചുരുൾ നോക്കിയിട്ട് വേണം വചനം പഠിക്കുവാൻ. മനസ്സിലായല്ലോ? അവിടെ പോയിരുന്ന് അത് വായിക്കണം. ചുരുളൊന്നും എല്ലാവരുടെയും കയ്യിലില്ല, ആരുടെയും കയ്യിലില്ല. ഇൻഫാക്റ്റ് അത് സിനഗോഗുകളിൽ അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിൽ ഒരു കോപ്പി രാജാവിൻ്റെ കയ്യിൽ, ഇങ്ങനെയൊക്കെ വളരെ ലുബ്ധമായിട്ടേ ദൈവവചനമുള്ളൂ. അപ്പോൾ പോയിരുന്ന് വായിച്ച് പഠിക്കുന്നതാണ് ഹൃദയസ്ഥമാക്കുന്നത്. ഇന്ന് നമ്മൾ എത്രയോ പ്രിവിലേജിലാണ്. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ഒന്നിലധികം കോപ്പി ബൈബിളുകളുണ്ട്. ഇത്രയും പ്രിവിലേജ് നമുക്കുണ്ടായിട്ടും നമ്മളത് വേണ്ട പോലെ വിനിയോഗിക്കുന്നില്ല എങ്കിൽ കർത്താവ് പറഞ്ഞ വാക്ക് മറക്കരുത്, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. നമ്മൾ കൂടുതൽ കടക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വചനം വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുക. കർത്താവ് വചനം നിരന്തരമായി പഠിക്കുന്നവനും അത് പള്ളിയിൽ വായിക്കുന്നവനുമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 22:4-45 വരെ. അതെ, എത്ര മതി. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വചനത്തിൽ എത്രമാത്രം പ്രാവീണ്യമുള്ളവനായിരുന്നു എന്ന് ചോദിച്ചാൽ, തൻ്റെ അടുക്കൽ സകലവിധ കുടുക്കു ചോദ്യത്തിനും ആളുകൾ വന്നിട്ട് എല്ലാറ്റിനും കൃത്യമായ ഉത്തരം കർത്താവ് നൽകി എന്ന് മാത്രമല്ല, കർത്താവ് അവരോടൊരു ചോദ്യം ചോദിച്ചു, അതിന് അവർക്ക് ഉത്തരം പറയാനും കഴിഞ്ഞില്ല. അതിനുശേഷം അവരാരും തൻ്റെ അടുക്കൽ ഒരു ചോദ്യവുമായിട്ട് വന്നില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് വളരെ നിപുണനായിരുന്നു വചനത്തോടുള്ള ബന്ധത്തിൽ. ഒരു വാക്യം കൂടെ വായിക്കാം നമുക്ക്. യോഹന്നാൻ 19:28. ഇത് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ചെയ്ത കാര്യമാണ്. കർത്താവ് ആ വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ട് കർത്താവ് അവസാനം നിവൃത്തിയാക്കാനായിട്ട് ശ്രമിച്ചത്, അവർ എനിക്ക് കുടിപ്പാൻ ചൊറുക്ക തന്നു അല്ലെങ്കിൽ പുളിച്ച വീഞ്ഞു തന്നു എന്നുള്ള ആ വാക്യം നിവർത്തിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ കാര്യം ഏറ്റവും അവസാനത്തേക്കാണ് വെച്ചത്. ശകലം അത് കുടിച്ചിട്ട് താൻ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലെങ്കിൽ തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കൈകളിൽ ഭരമേൽപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോഴും ഈ വേദനയിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഈ നിന്ദ സഹിക്കുമ്പോഴും താൻ വചനങ്ങൾ നിവൃത്തിയാകുന്നത് എണ്ണിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? തൻ്റെ കുരിശിൻ്റെ കീഴിലിരുന്ന് അവർ വസ്ത്രം പങ്കിട്ടെടുക്കുമ്പോൾ ആ വാക്യവും നിവൃത്തിയാകുന്നത് കർത്താവ് അറിഞ്ഞിരുന്നു. ഓരോ വാക്യങ്ങളും നിവൃത്തിയാകുന്നത് കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. സകലവും നിവൃത്തിയായി എന്നറിഞ്ഞിട്ട് എനിക്ക് ദാഹിക്കുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് കർത്താവിന് ഒരിക്കൽ അവർ കുടിക്കാൻ കൊടുത്തു. കർത്താവ് കുടിച്ചില്ല. കണ്ടിവെണ്ണ കലക്കിയ വീഞ്ഞ് അത് കുടിച്ചില്ല. കാരണം അങ്ങനെ ഒരു കാര്യം വിശുദ്ധ ബൈബിളിൽ അവന് കൊടുക്കുമെന്ന് രേഖയില്ല. അത് അവൻ്റെ വേദനയ്ക്ക് ശമനം വരുത്തുവാൻ വേണ്ടി കൊടുത്ത ഒരു മരുന്ന് പോലെയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുബോധം നഷ്ടപ്പെടുകയും വേദന കുറയുകയും ചെയ്യും. അത് താൻ സ്വീകരിച്ചില്ല. സുബോധത്തിൽ നിന്നുകൊണ്ട് സകല വേദനയും അനുഭവിച്ച കർത്താവ് അവസാനം പുളിച്ച വീഞ്ഞു കുടിച്ച് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് നിവൃത്തിയാക്കി തൻ്റെ പ്രാണനെ
ഈ ഭൂമിയിൽ വെച്ച് വിടുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, നമ്മുടെ കർത്താവ് വചനത്തെ സമ്പൂർണമായി അരിച്ചു പെറുക്കി പഠിച്ചു വെച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇവനാണ് നമ്മുടെ മാതൃക. ഇവനാണ് നമ്മുടെ മാതൃക. അവനാണ് ദൈവഭക്തൻ, അവനാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് ദൈവവചനം എന്ന വിഷയം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ധാരാളം പേർക്കും വചനത്തിൻ്റെ മുമ്പിലിരിക്കാൻ നേരമില്ല. പിന്നെ ഇന്ന് എല്ലാ ടൂൾസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി എളുപ്പമാണ് ലൈഫ് എന്നുള്ളൊരു രീതിയായിപ്പോൾ. എന്ന് പറഞ്ഞാൽ ബൈബിൾ സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ AI, ചാറ്റ് GPT, എല്ലാ പരിപാടിയും ഇപ്പോൾ ഉണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാം, ഇതിലൊന്നും ആശ്രയിക്കരുത്. ആശ്രയിക്കേണ്ടത് നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാപിക്കണം. ദൈവസന്നിധിയിലിരുന്ന് നിങ്ങൾ പ്രാപിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ചതായ പ്രകാശനം. മറ്റുള്ളവരുടെ പ്രകാശനം നമ്മൾ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് കള്ളത്തരമാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളെ റെഫർ ചെയ്യുന്നത് കാര്യങ്ങളെ ദൃഢപ്പെടുത്താൻ ശരിയായിരിക്കും, പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടിയ പ്രകാശനമല്ല, നിങ്ങൾക്ക് ദൈവം തന്ന മെസ്സേജ് അല്ല. ദൈവം നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങൾ നേടിയെടുത്തതായിരിക്കണം, അത് നിങ്ങളുടേതായിരിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാപിച്ചതായിരിക്കണം. അതാണ് മാന്യത, അതാണ് യോഗ്യത. കാരണം എല്ലാവർക്കും ദൈവാത്മാവ് തത്തുല്യമായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരാൾക്കും ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും ദൈവാത്മാവുണ്ട്. ആ ഗുരു നമ്മെ വചനം പഠിപ്പിച്ചു തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അവൻ എനിക്കുള്ളതിൽ നിന്ന് നിങ്ങളെ അറിയിക്കും. കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണത്. അതുകൊണ്ട് നമ്മൾ ദൈവാത്മാവിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രകാശനം നൽകും വചനത്തിന്മേൽ. അത് എനിക്ക് നൽകിയ പ്രകാശനമായിരിക്കും. അപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസോടുകൂടെ സംസാരിക്കുവാനായിട്ട് സാധിക്കുക. ഈ കോപ്പി അടിച്ചും കട്ടെടുത്തും പ്രസംഗങ്ങൾ ഉണ്ടാക്കരുത്. അത് തെറ്റ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് മാന്യതയല്ല. അങ്ങനെ നിങ്ങൾ വല്ല പുസ്തകത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ ഒരു സാമാന്യ മര്യാദയുണ്ട്. ആ റെഫറൻസ് ഒന്ന് താഴെ കോട്ട് ചെയ്യണം. ബിബ്ലിയോഗ്രാഫിയിൽ എഴുതുന്നത് ഇന്ന റെഫറൻസ് ഞാൻ എടുത്തിരിക്കുന്നു. നിങ്ങൾ വചനത്തിൽ വല്ലവൻ്റെ ഒരു ഭാഗം കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യുക. അത് നിങ്ങളുടേതല്ല, മറ്റൊരുത്തിൻ്റേതാണ്. ഞാൻ പറയുന്നതിൻ്റെ ആശയം, നമുക്ക് ആ മാന്യത ഉണ്ടായിരിക്കണം. ദൈവവചനം നമ്മളിരുന്ന് പഠിക്കണം. നമുക്ക് ലഭിക്കും. കർത്താവ് അത് നൽകുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ നമുക്ക് ലഭിക്കുന്ന ആലോചനകൾ എല്ലാവർക്കും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ എല്ലാവർക്കും ആലോചനകളെ ദൈവം നൽകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവവചനം നന്നായിട്ട് പഠിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് ദൈവഭക്തിയിൽ ജീവിക്കുവാൻ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 4:4. മത്തായി 4:4. കർത്താവിനെ പരീക്ഷിക്കുന്ന വേളയിൽ പിശാചിനോട് താൻ പറയുന്ന വാക്കുകളാണിത്. ഈ അപ്പം കല്ലിനെ അപ്പമാക്കി തീർക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ വാക്ക് 100% പഴയ നിയമത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം പഴകിയില്ല, അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മന്ന കൊണ്ട് ദൈവം അവരെ പോഷിപ്പിച്ചു. ഒരേ ഒരു ഭക്ഷണം 40 വർഷം, ഒരു കുഴപ്പം അവർക്ക് ഉണ്ടായില്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുവാൻ സാധിക്കും. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവ് കൽപ്പിച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റും. കർത്താവിൻ്റെ വചനം അത് ജീവിപ്പിക്കുന്ന വചനമാണ്. കർത്താവ് കോട്ട് ചെയ്തതാണ്. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിക്കുവാനുള്ള പോയിന്റ്, നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവന് ദൈവവചനം വേണം. ദൈവവചനം കൂടാതെ നമ്മളുടെ അകത്തെ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല. അവനെ ഫീഡ് ചെയ്യുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്.
അതുപോലെ അടുത്തൊരു വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. റോമർ 10:17. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ടുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ വായിക്കുക. നമ്മൾക്ക് അതിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ഇടവരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ദൈവഭക്തനായിട്ട് ജീവിക്കുവാൻ നമ്മൾക്ക് ഇടവരണമെങ്കിൽ നമ്മൾ ദൈവവചനം അഭ്യസിക്കുന്നവരായിട്ട് തീരണം. മാത്രമല്ല, അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ വചനവുമായി മൽപിടുത്തം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ ലോകത്തിൽ അവൻ നേരിടുന്ന എല്ലാ വിഷയങ്ങളിന്മേലും വിജയം വരിക്കുവാൻ ഇട വരുന്നത്. കാരണം അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ പേരിൽ അതിനോട് ഞാൻ എങ്ങനെ നേരിടണം എന്നുള്ളതായിരിക്കുന്ന എല്ലാ ആശയങ്ങളും അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം വചനത്തിലൂടെ നൽകുവാൻ ഇടവരും. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എതിർപ്പുകൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പീഡനങ്ങളോ എന്തുമാകട്ടെ, നമ്മൾ തളർന്നു പോകാതെ നമ്മെ നിലനിർത്തുന്നത് ദൈവവചനത്തിലുള്ള സത്യങ്ങളാണ്. അതിലുള്ള വാഗ്ദത്തങ്ങളും അതിൽ നൽകിയിട്ടുള്ള ഉറപ്പുകളുമാണ് നമ്മെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ തളരാതെ നിലനിൽക്കുന്നതിനുള്ള കാരണം ദൈവവചനമാണ്. ആ വചനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളും ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും നൽകുന്നത്. ഞാൻ ഈ ജ്ഞാനം, പരിജ്ഞാനം, വിവേകം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പക്ഷേ ആ കാര്യം വേണ്ട പോലെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമല്ലായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എന്താണ് ജ്ഞാനം, എന്താണ് പരിജ്ഞാനം, എന്താണ് വിവേകം? ഇത് ബൈബിളിൽ ഈ പര്യായങ്ങൾ പോലെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് സദൃശവാക്യം വായിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം കാണാൻ പറ്റും. ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, സൂക്ഷ്മബുദ്ധി, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പര്യായം പോലെ ഉപയോഗിക്കുന്നതെങ്കിലും ഇത് ഒരേ വാക്കുകളല്ല, പല വാക്കുകളാണിത്. പക്ഷെ അതിനൊക്കെ കൃത്യമായ അർത്ഥം ഉണ്ട് താനും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വീഴാതെ നടക്കുക എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അല്ലേ? വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും. വീഴാതെ നടക്കുക. ഇപ്പോൾ നമ്മളൊരു റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇച്ചിരി വെള്ളം പോലെ എന്തോ കിടക്കുന്നുണ്ടെന്ന് കണ്ടാൽ ആദ്യം നമ്മുടെ തലയിൽ വരുന്നത് വീഴാൻ സാധ്യതയുണ്ട്, വീഴാതിരിക്കണം. അതാണ് ജ്ഞാനം. അപ്പം നമ്മൾ വിവേകമുള്ളവരാണെങ്കിൽ കിടക്കുന്നത് എന്താണെന്ന് സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കും. പറഞ്ഞ് മനസ്സിലായല്ലോ? അതിനകത്ത് നേരെ അങ്ങ് കടന്ന് പോവുകയില്ല. വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് അതിനെ ഒന്ന് നിരീക്ഷിക്കും. വീഴാൻ സാധ്യതയുള്ളതാണോ, വേണമെങ്കിൽ ഒന്ന് പോയി തൊട്ട് നോക്കും. എണ്ണയാണോ അതോ വെള്ളമാണോ, ഇതൊക്കെ നമ്മൾ തൊട്ട് നോക്കും. ഇതിനെയാണ് വിവേകമെന്ന് പറയുന്നത്. അല്ലാതെ നേരെ അങ്ങ് എടുത്ത് ചാടില്ല. എടുത്ത് ചാടിയ മിക്കവാറും അതിൻ്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. ഇനി അത് എണ്ണയാണെന്ന് കരുതുക. എണ്ണയാണെങ്കിൽ വെള്ളത്തേക്കാളും ആപത്തുള്ളതാണ്. കാരണം വഴുക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഞാനതിൽ കൂടെ കടന്നു പോകണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് അതിന് പറ്റിയ ഒരു ബൂട്ടോ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ 4 കല്ലെങ്കിലും എടുത്തു വെച്ച് കടന്നു പോകണം. ഇതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വീഴാതെ കടന്നു പോകും. പറഞ്ഞു മനസ്സിലായല്ലോ? ആത്മീകമായ അർത്ഥത്തിൽ ഞാനതിനൊന്ന് അല്പം ഒന്ന് വ്യക്തമാക്കി തരാം. അഭക്തി, അതായത് ദൈവഭക്തി ഇല്ലാതെ ജീവിക്കുന്നത് കൊള്ളരുതാത്തതാണ്, അല്ലെങ്കിൽ ആപത്താണ്. അഭക്തി തീയതാണ്. അത് ജ്ഞാനത്തിൻ്റെ വചനമാണ്. മനസ്സിലായല്ലോ? അഭക്തനായിരിക്കരുത്. ഈ അഭക്തി തിരിച്ചറിയുന്നതാണ് വിവേകം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആവശ്യമില്ലാത്ത ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു പേജ് എൻ്റെ മുമ്പിൽ വരുന്നു. അപ്പോൾ വിവേകമുള്ളവനാണെങ്കിൽ എന്തു ചെയ്യും? പെട്ടെന്ന് തല വെട്ടിച്ചു കളയുകയോ മാറ്റി നിർത്തുകയോ ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയോ സംതിങ് ഹി വിൽ ഡു. തിരിച്ചറിവ്, ഇതെനിക്ക് യോഗ്യമല്ല എന്ന തിരിച്ചറിവാണ് വിവേകം. ഇനിമേലാൽ അത് വരാതിരിക്കാൻ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് പരിജ്ഞാനം. പറഞ്ഞു മനസ്സിലായോ? ഇനി അത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാകാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യും. അതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്.
അങ്ങനെ ജീവിക്കുന്ന ഒരുത്തന് മാത്രമേ ഭക്തനായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദാവീദ് രാജാവ് ബത്ശേബയോടുള്ള ബന്ധത്തിൽ പറ്റിയ തെറ്റ് എന്താണെന്ന് നമുക്കറിയാം. യുദ്ധത്തിന് പോകേണ്ട രാജാവ് സൂപ്പറായിട്ട് കിടന്നുറങ്ങുകയാണ്, എന്നിട്ട് എഴുന്നേറ്റ് ഉലാവുകയാണ് എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയൊക്കെ തെറ്റിച്ച് കളഞ്ഞു ദാവീദ്. തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു കാര്യം കണ്ടപ്പോൾ കണ്ണ് വെട്ടിച്ച് കളയേണ്ടതിന് പകരം അതിലേക്ക് താൻ നോക്കി. നമ്പർ 1, ഒന്നാമത്തെ മിസ്റ്റേക്ക്, കണ്ണ് വെട്ടിച്ച് കളയേണ്ടതാണ്. ദോഷം കാണാതെ വണ്ണം കണ്ണിനെ തടയണം. അതാ ഭക്തൻ. പറഞ്ഞു മനസ്സിലായല്ലോ. രണ്ടാമത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. എങ്ങനെയാ പാപം ചെയ്യാമെന്നവൻ തൻ്റെ ശക്തിയിൽ നിരൂപിച്ചു. അതിനി വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നല്ല, പാപം എങ്ങനെ ചെയ്യാം, അതിൻ്റെ പരിണിത ഫലം ദാവീദ് രാജാവിനും അവൻ്റെ കുടുംബത്തിനും പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ജ്ഞാനം വേണം. അത് ദൈവവചനമാണ് നൽകുന്നത്. ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ട് ഇരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്. അവനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ജ്ഞാനത്തിന് വേണ്ടി. ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ഈ ബൈബിളിലുണ്ട്. അത് നമുക്ക് എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളത് ചിന്തിക്കുന്നതാണ് പരിജ്ഞാനം. അതിന് വിപരീതമായത് വരുമ്പോൾ അത് മനസ്സിലാക്കുന്നതാണ് വിവേകം. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം, വിവേകം വേണം, സൂക്ഷ്മബുദ്ധികളുമായിരിക്കണം. ട്രിക്കറി ഒന്നും സൂക്ഷ്മബുദ്ധികളുടെ അടുത്ത് നടക്കുകയില്ല. ഇതൊക്കെ ജ്ഞാനത്തിൻ്റെ വചനമാണ്. ഇതൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം വായിച്ച ഭാഗം. യെശയ്യാവ് 11:2. അവനിൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവുണ്ടായിരുന്നു, പരിജ്ഞാനത്തിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവുണ്ടായിരുന്നു, ബലത്തിൻ്റെയും ആലോചനയുടെയും ആത്മാവ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവവചനം പഠനം കൂടാതെ നടക്കുകയില്ല. എങ്ങനെ ഓരോ മനുഷ്യരും പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദ് രാജാവ് അങ്ങനെ വീണപ്പോൾ യോസേഫിനെടുത്ത് പഠിച്ചാൽ, യോസേഫ് ജ്ഞാനമുള്ളവനായിരുന്നു. അവനറിയാമായിരുന്നു പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, പാപം ചെയ്യാൻ പാടില്ല. അവസാനം അവൻ എന്ത് ചെയ്തു? വിവേകത്തോടു കൂടെ തൻ്റെ വസ്ത്രം അവിടെ ഇട്ടിട്ട് പോകണമെങ്കിലും അവൻ രക്ഷപ്പെട്ടു തുടങ്ങും. യൗവനമോഹങ്ങളെ വിട്ട് ഓടിയവൻ. അവൻ വളരെ പരിജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവൻ പാപം ചെയ്തില്ല. ദൈവം അവനെ പിന്നെയും അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങളൊക്കെ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തനായിട്ട് ജീവിക്കണമെങ്കിൽ ഇത് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് ചില വാക്യങ്ങളും കൂടെ വായിക്കാം. 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ. അതെ, ഇവിടെ ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പദം തികഞ്ഞവനാകേണ്ടതിന്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. തികഞ്ഞവനാകേണ്ടതിന്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, ഇൻസ്പയർഡാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. ഇപ്പോൾ നമ്മൾ ദൈവവചനം പഠിക്കുന്നതിലൂടെ സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കും. അങ്ങനെയാണ് നമ്മൾ തികഞ്ഞവരാകേണ്ടത്. അതിന് നമ്മെ സഹായിക്കുന്നു. എന്തൊക്കെയാണ്? ഉപദേശം എന്ന് പറഞ്ഞ ഡോക്ട്രിൻ, ശാസന, അതുപോലെ ഗുണീകരണം, നീതിയിലെ അഭ്യാസനം. ഈ എല്ലാറ്റിനും പ്രയോജനമുള്ളതാണ് ദൈവവചനം എന്ന് നമ്മൾ വായിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ചെയ്യുന്നില്ല. പ്രോവർബ്സ് സദൃശവാക്യം 2:6. രണ്ടിൻ്റെ 6 അല്ലേ മോനെ? 2:6 യഹോവയിൽ നിന്നാണ് ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും വരുന്നത്. അതുകൊണ്ട് ദൈവവചനം പഠിച്ച് തന്നെ ഇത് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് പോലെ എടുത്തോ. ഏത് വാക്യം വായിച്ചാലും ഏത് ഭാഗം വായിച്ചാലും ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ അവിടെ കാണും, പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളും കാണും, വിവേകത്തിൻ്റെ വചനങ്ങളും കാണും. ബൈബിളിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വിഷയം എടുത്ത് പഠിച്ചാലും അതവിടെ കാണും. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ അതൊക്കെ നമുക്ക് മനസ്സിലാകാനും ഇടയാകും എന്നുള്ളത് നമുക്ക് അറിയാം. ഒന്നിലധികം പരിജ്ഞാനത്തിൻ്റെ വചനങ്ങൾ കാണാം. ചിലപ്പോൾ ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവൻ
ദൈവത്തെ അറിയുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇത് ഒരു കാതലായ വാക്യമാണ്. ദൈവം സ്നേഹമാണ്, അത് ജ്ഞാനത്തിൻ്റെ വചനമാണ്. ആ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇനി സ്നേഹം എങ്ങനെ പ്രദർശിപ്പിക്കാം? സ്നേഹത്തെ നിഷേധിക്കുന്നത് എന്തൊക്കെയാണ്? ഇതൊക്കെ തിരിച്ചറിയുന്നതാണ് വിവേകം, പരിജ്ഞാനം എന്നീ വിഷയങ്ങൾ. എല്ലാ വിഷയങ്ങളോടുള്ള ബന്ധത്തിലും ഈ മൂന്നും എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ദൈവവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരുന്ന പോലെ തരികയാണ്. ഇനി മുതൽ വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കുക. എന്താണ് ജ്ഞാനത്തിൻ്റെ വചനം, എന്താണ് പരിജ്ഞാനം, എന്താണ് വിവേകം, അത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുന്നുവെങ്കിൽ തികഞ്ഞവനായി തീരാൻ നമ്മളെ കൊണ്ട് എളുപ്പമായിട്ട് സാധിക്കുമെന്നുള്ളത് നമുക്കറിയാം. അടുത്ത വാക്യം കൂടെ വായിച്ച് നമുക്കിവിടെ നിർത്താം. കൊലോസ്യർ 1:10 ഈ വിഷയം നിർത്താം. മതി, അത്ര മതി മോനെ. അപ്പോൾ ഇവിടെ ഈ 3 പദങ്ങളും അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മികമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ് വരണം. ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, ഈ മൂന്നും ഇവിടെ ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മെക്കുറിച്ച്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ജ്ഞാനികളായിട്ട് തീരും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസൻസാണ്. അതിലേക്കുള്ള പാതയാണ് പരിജ്ഞാനം. അതിനെ വിഘടിക്കാതെ നിലനിർത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വിവേകം എന്ന് പറയുന്നത്. ആ പാത്തിൽ തന്നെ ഞാൻ സഞ്ചരിക്കുവാൻ, ആ പരിജ്ഞാനത്തിൽ തന്നെ സഞ്ചരിക്കുവാൻ, അങ്ങനെ ജ്ഞാനം പ്രാപിക്കുവാൻ എന്നെ വിവേകം സഹായിച്ചുകൊണ്ടിരിക്കും. കാരണം മറ്റുള്ള വഴികളിലൊന്നും ഞാൻ പോവുകയില്ല. വിവേകത്തിൽ തന്നെ ഞാൻ നടകൊള്ളുവാനായിട്ട് ഇടയാകും. ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള രഹസ്യം. ഇതൊക്കെ ദൈവവചനത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ദൈവഭക്തനായിട്ട് ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത് ശരിപ്പെടുത്തേണ്ടത് എൻ്റെ വചന പഠനം എന്ന വിഷയമാണ്. ഇക്കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കൊടുക്കരുത്. എല്ലാ ദിവസവും നിശ്ചയിച്ച ഒരു സമയം, ഞാൻ പറയുന്നില്ല 1 മണിക്കൂർ എന്ന്, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, പക്ഷേ നിങ്ങൾ വായിക്കുന്ന ഭാഗം ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ദൂതുകൾ നിനക്ക് അവിടെ ഉണ്ടോ? വാട്ട് ഐ ഹാവ് ടു ഡു എന്നുള്ളത് ഒന്ന് ചോദിക്കുക. ഇവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എഴുതി വയ്ക്കുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റുകളാണ്. ഇങ്ങനെ ഇതെന്തിനു വേണ്ടി എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഓരോ മെസ്സേജസാണ്. ശരിക്കും പറഞ്ഞാൽ എന്നോടാണ് അത് സംസാരിക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് ആയിരിക്കണം ദൈവം എനിക്ക് നൽകിയ ആലോചന. ഇങ്ങനെ നാം ക്രമമായി വചനം പഠിക്കുന്നുവെങ്കിൽ ഞാൻ പറയാം, ദൈവസഭയിൽ എല്ലാവരും അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ ശക്തന്മാരായി തീരും. ചിലർ മാത്രം അല്ല ദൈവസഭ, എല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളാണ്. എല്ലാവർക്കും വചനത്തിൽ പങ്കാളിത്തമുണ്ട്. അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടതാണ്. അത് നാളടുക്കുന്നു എന്ന് കാണുന്തോറും അധികമായി ചെയ്യേണ്ടതാകുന്നു. പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യും? ഇത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ പറയുന്നത്, പ്രായോഗികമായ കാര്യമാണ്. ഇത് സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ സ്വഭാവം കർത്താവിൽ കാണപ്പെട്ടതും നമ്മൾക്ക് അവലംബിക്കുവാൻ ആവശ്യവുമായിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്ന കാര്യമാണ്. ഫെയ്ത്ത് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ വിശ്വാസം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതാണ് വിശ്വാസം. ആശിക്കുന്നത് എന്താണോ അത് നടക്കും, അതിന് ഉറപ്പുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ കാണാത്ത കാര്യങ്ങൾ നടക്കും. ഇത് രണ്ടും സാധ്യമാകുന്നത്, യഥാർത്ഥ വിശ്വാസം സാധ്യമാകുന്നത് ദൈവവചനത്താൽ മാത്രം ആണ്. അതെന്താ? ദൈവം മാത്രമാണ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. മനുഷ്യർ പറയുന്ന എല്ലാ വാക്കും മാറാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞ് ഞാൻ പറയാണ്, സഹോദരന്മാർ, അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ കാണാമെന്ന് ഞാൻ പറയാമായിട്ട് എപ്പോഴും. ഞാൻ വരാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വന്നൊന്നും വരില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ വരെ ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്ക്
നിശ്ചയമില്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നാലും എനിക്ക് ആരോഗ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പലതും സംഭവിക്കാം, മനുഷ്യൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. എന്നാൽ മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പണിയപ്പെടേണ്ടത് ദൈവവചനത്തിന്മേൽ ആണ്. വചനത്തിന്മേൽ പണിയാത്ത എല്ലാ വിശ്വാസവും മണലിന്മേൽ പണിത വീടിന് തുല്യമാണ്. കാരണം മണലിന്മേൽ പണിത വീട് അത് തകർന്ന് താഴെ വീഴും. വിശ്വാസം വചനത്തിന്മേൽ അധിഷ്ഠിതമായിരിക്കണം. അഥവാ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ മുന്നോട്ട് പോകാം. വിശ്വാസം വചനത്തെ നൽകിയ ദൈവത്തിലുള്ള ഉറപ്പാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ വിശ്വാസം ദൈവവചനത്തിലാണ്, എന്നാൽ അത് ദൈവത്തിൽ ആണ്. അഥവാ അരുളി ചെയ്തവനിലാണ് വിശ്വസിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ആ പദം എഴുതിയിട്ടുണ്ട്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവായ ദൈവത്തിലാണ്. പിതാവായ ദൈവത്തിലും അവൻ്റെ പുത്രനിലും അവൻ്റെ പരിശുദ്ധാത്മാവിലുമാണ് നമ്മളുടെ വിശ്വാസം ഇരിക്കുന്നത്. കാരണം മാറ്റമില്ലാത്ത ഒരേ ഒരുവൻ ദൈവം മാത്രം ആണ്. നമ്മൾ കുറച്ച് മുമ്പേ വായിക്കുകയുണ്ടായി റോമാലേഖനം 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ചിലർ ചോദിക്കും, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കും. അഭിഷേകം എങ്ങനെയാണ് പ്രാപിക്കുന്നത്? കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കുന്ന എവിടെ എഴുതിയിരിക്കുന്നത്? യെരുശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞ് ഇവിടെയാണ് കാത്തിരിക്കുന്നത്. യെരുശലേമിൽ പോയി കാത്തിരിക്കണ്ടേ? അങ്ങനെ ഒരു വാക്യമില്ല. നീ കാത്തിരുന്നാൽ നിനക്ക് ഒരു അഭിഷേകവും കിട്ടാൻ പോണില്ല. അതെന്താ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിലിരിക്കുന്നുവല്ലോ. അഭിഷേകം നമുക്ക് കിട്ടുന്നത് ക്രിസ്തുവിലൂടെയാണ്, അല്ലാണ്ട് നമ്മൾക്ക് സെപ്പറേറ്റ് അഭിഷേകമൊന്നും ഇല്ല. വിശ്വസിക്കുമ്പോൾ അവൻ്റെ മാർമിക ശരീരമായ സഭയുടെ അംഗമായി തീരുമ്പോൾ തലയായിരിക്കുന്നവരിൽ നിന്ന് നമുക്ക് അഭിഷേകം കിട്ടും. അഭിഷേക തൈലം തലയിൽ ഒഴിക്കാവൂ, ശരീരത്തിൽ ഒഴിക്കാൻ പാടില്ല. അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യമാണ്. ഇത് തിരിച്ചറിയാത്തവർ അഭിഷേകം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അവരുടെ വിശ്വാസത്തിലുള്ള പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ വചനപ്രകാരമല്ല ആ വിശ്വാസം ഇരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വചനത്തിന്മേലായിരിക്കണം നമ്മുടെ വിശ്വാസം, അരുളി ചെയ്തതിലായിരിക്കണം നമ്മുടെ വിശ്വാസം, അരുളി ചെയ്തവനിലായിരിക്കണം നമ്മുടെ വിശ്വാസം. ഇങ്ങനെ കാത്തിരുന്ന് പ്രാപിക്കുന്നത് പലതും തെറ്റായിരിക്കും. അത് അവർക്ക് പോലും അറിയില്ല. അത് ദൈവം വിധിക്കുന്ന നാളിൽ മനസ്സിലാക്കും. ദൈവവചനപ്രകാരമാണ് വിലയിരുത്തേണ്ടത്. അത് വിശ്വാസത്തിന് അടിസ്ഥാനമാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ, ഇങ്ങനെ അനേക കാര്യങ്ങൾ ഈ ലോകത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞ് നടത്തുന്നുമുണ്ട്. പക്ഷെ അത് തെറ്റാണ്. വചനത്തിൽ രേഖയായിട്ട് തന്നിട്ടില്ലാത്ത ഒരു കാര്യത്തിനും ദൈവം ആൻസറബിൾ അല്ല. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തിനും ദൈവം ആൻസറബിൾ അല്ല, ഉത്തരം പറയില്ല. കർത്താവ് എഴുതി തന്നിട്ടുള്ളത് മാത്രമേ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ളൂ. കർത്താവാണ് നമ്മളുടെ മഹാപുരോഹിതൻ, കർത്താവാണ് നമ്മളുടെ തല, കർത്താവാണ് നമ്മളുടെ അഭിഷേകത്തിൻ്റെ സ്രോതസ്. അവനിലാണ് നാം അഭിഷേകം പ്രാപിച്ചത്. ഇത് ദൈവിക സത്യമാണ്, നമുക്കത് മാറ്റാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, വിശ്വാസം ദൈവത്തിന്മേൽ, ദൈവവചനത്തിന്മേൽ അധിഷ്ഠിതമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നും, ദൈവപുത്രന് എന്തിനാ വിശ്വാസം? ദൈവപുത്രന് വിശ്വാസം ആവശ്യമില്ല. പക്ഷെ അവൻ ആരായി തീർന്നു? മനുഷ്യപുത്രനായി തീർന്നു. ഒരു മനുഷ്യനെന്നുള്ള അളവിൽ സമ്പൂർണമായി പിതാവിൽ നിന്ന് പ്രാപിച്ച് ജീവിച്ചവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അക്കാര്യത്തിൽ ഒരു വീഴ്ചയും തനിക്കുണ്ടായില്ല. കർത്താവ് സമ്പൂർണമായി പിതാവിനെ പ്രസാദിപ്പിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, അതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു.
നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടുന്നവനായിരുന്നു. പിന്നെ നമ്മളും കർത്താവും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. കർത്താവിൻ്റെ വിശ്വാസത്തിൽ അല്പം പോലും അവിശ്വാസം ഇല്ല. അതുകൊണ്ട് എപ്പോഴും ആൻസർ കിട്ടിയിരുന്നു. നമ്മൾ പലപ്പോഴും അത്ര വിശ്വാസം ഇല്ലാത്തവരായതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഉത്തരം കിട്ടാതെയും പോകാറുണ്ട്. അത് നമ്മളുടെ കുറവാണ്. അതിന് നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വിളിച്ചിരിക്കുന്നവനെ വിശ്വസ്തനെന്ന് വിശ്വസിക്കേണ്ടതാണ്. വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കേണ്ടത്. കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനം 12:2 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. വിശ്വാസത്തിൻ്റെ നായകൻ എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോകും, കർത്താവ് അവിടെ നായകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഓദർ എന്നുള്ളൊരു പ്രയോഗമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ആ ഓദർ എന്നുള്ള പദത്തിന് ക്യാപ്റ്റൻ എന്നുള്ള പദവും ഉണ്ട്, നായകൻ എന്നുള്ള പദവും ഉണ്ട്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്തോടു കൂടെ തൻ്റെ ഓട്ടം ഓടി തീർത്ത് മറുകര ചെന്ന് നിൽക്കുന്ന നമ്മുടെ നായകനാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. കർത്താവ് ഈ ഭൂമിയിൽ തനിക്ക് പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഒരു മനുഷ്യൻ എന്നുള്ള അളവിൽ പൂർണ്ണമായി പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് നിവർത്തിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് കടന്ന നമ്മളുടെ നായകനാണ്. ഹി ഈസ് അവർ ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത്. ഞാൻ ആരെങ്കിലും ക്യാപ്റ്റന് കളി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? ഹി ഈസ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ്. കർത്താവാണ് ഏറ്റവും വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഉണ്ടായിരുന്ന ആൾ രൂപം. കർത്താവ് ആ രീതിയിൽ പിതാവിനെ പ്രസാദിപ്പിച്ചവനാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, വിശ്വാസം എന്ന് പറയുന്നത് എന്തൊക്കെ യാചിച്ചാലും കിട്ടുമെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ഒരു ഭക്തൻ ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കൂ, അപേക്ഷിക്കൂ. പറഞ്ഞു മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് മാത്രമേ അപേക്ഷിക്കൂ. അവന് 100% കിട്ടുകയും ചെയ്യും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 100% കിട്ടും. കാരണം ദൈവേഷ്ടപ്രകാരമാണ് അവനത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മഹത്വമാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് 100% ദൈവം ഉത്തരം നൽകും. നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നു. അവൻ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധാലു ആയിരുന്നു. അതുകൊണ്ട് തൻ്റെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിതാവ് അതിനൊക്കെ ഉത്തരം നൽകുകയും ചെയ്തു. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക: വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ. കർത്താവായിരുന്നു പിതാവിനെ ഏറ്റവും പ്രസാദിപ്പിച്ച മനുഷ്യൻ. സങ്കീർത്തനങ്ങൾ 2:8. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളുടെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളുടെ കൈവശമായും തരും. അതെ, ഇത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയണം. ഇത് കർത്താവിനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. എന്താണ്? സങ്കീർത്തനങ്ങൾ 2 എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ആ ഭാഗത്ത് കർത്താവിനോട് ഉള്ള ബന്ധത്തിൽ പിതാവ് പറയുന്ന കാര്യമാണ്, നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായി, നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. കർത്താവ് ചോദിച്ചാൽ പിതാവ് അത് നൽകും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം, കർത്താവ് അത് ചോദിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, നീ ഇന്ത്യയെ ഒന്ന് ചോദിക്ക്, ഇന്ത്യയെ നീ ഒന്ന് ചോദിക്ക്. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം കർത്താവ് ചോദിച്ചാൽ പിതാവ് അത് കൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തോടു കൂടെ വേണം പ്രാർത്ഥിക്കാൻ. ബൈബിളിൽ ഇതൊക്കെ രേഖയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കർത്താവിന് ഉള്ളതാണ് ഈ ഭൂമി. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമ്മുടെ കർത്താവാണ് ലോകം കണ്ട ഏറ്റവും സൗമ്യൻ. അവൻ ചോദിച്ചാൽ അത് കിട്ടും. പിതാവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് കൊടുക്കാമെന്ന്.
നമ്മൾ പറയണം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവിനോട് അപേക്ഷിക്കാനായിട്ട് പറയണം. നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കണം, കർത്താവെ നീ അപേക്ഷിക്കണം, ഇന്ത്യയെ നീ വീണ്ടെടുക്കണം, കർത്താവെ അങ്ങേക്ക് വേണ്ടി. നമ്മളെ പ്രാർത്ഥനയൊന്നും വെറുതെ പോവുകയില്ല വിശ്വാസത്തോടു കൂടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ. പെട്ടെന്ന് ഒരു 2 വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഗലാത്യർ 3:22. എങ്കിലും വിശ്വസിക്കുന്നവർക്കും വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം നമുക്ക് എങ്ങനെ കിട്ടുക? വിശ്വാസത്താൽ. അവസാനത്തെ വാക്യം മത്തായി 5:18. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞ് പോവുകയില്ല. ദൈവവചനം എന്നേക്കും സ്ഥിരമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ തന്നെ അടിസ്ഥാനപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ യാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 1, വചനപഠനം നമ്മൾ ക്രമീകരിക്കണം. 2, നമ്മളുടെ വിശ്വാസം ദൈവവചനത്തിന്മേൽ പണിയണം. ദൈവവചനമാണ് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം. ഊഹാപോഹങ്ങളല്ല, അസംഷൻസ് അല്ല, എഴുതപ്പെട്ട ദൈവവചനത്തിന്മേലാണ്, അഥവാ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം. അത് ഉറപ്പാക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനായിരിക്കുന്ന നമ്മുടെ കർത്താവ് തൻ്റെ ഓട്ടം തികച്ചു, അവനിന്ന് മറുകരയിൽ നിൽക്കുകയാണ്. ആ പാത പിന്തുടർന്ന് നമ്മുടെ ക്യാപ്റ്റൻ്റെ പിറകിൽ നമുക്കും വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടാൻ ദൈവം ഈ വചന കേൾവി മുഖാന്തരം സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.